മുർഷിദാബാദ് കരയുകയാണ്. ഏങ്ങി നെഞ്ചത്തടിച്ച് കരയുകയാണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് അവിടെ നിന്ന് പലായനം ചെയ്യുന്നത്. ഇതൊന്നും ഇവിടത്തെ സാംസ്കാരിക നായകർ കാണുന്നില്ലേ എന്നുള്ളതാണ്. മണിപ്പൂരിന് വേണ്ടി കരഞ്ഞവർ, അല്ലെങ്കിൽ കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുറവിളി കൂട്ടിയവർ, CAA വിരുദ്ധ സമരം നടത്തിയവർ, സേവ് ലക്ഷദ്വീപ് നടത്തിയവർ ഒന്നും മുർഷിദാബാദിലെ ഹിന്ദുക്കളെ കാണുന്നില്ലേ എന്നതാണ് ചോദ്യം. പലരും ക്യാമ്പുകളിലാണ്. കൊല്ലുമോ എന്നുള്ള ഭയത്തിൽ പലരും നാട് വിട്ട് പോകുന്നു. ട്രെയിനുകൾ കത്തിക്കുന്നു. ആളുകളെ പിടിച്ചു നിർത്തിയാണ് കൊല ചെയ്യപ്പെടുന്നത്. അതായത് വഖഫ് ബില്ല് നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കലാപങ്ങൾ മുർഷിദാബാദിൽ അഴിഞ്ഞാടുന്നത്. നിരവധി പേരാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ നട റോഡിൽ നിൽക്കുന്നത്. നട റോഡിൽ നിൽക്കാൻ കഴിയില്ല. കാരണം എപ്പോഴാണ് മുസ്ലിങ്ങളായ തീവ്രവാദികൾ, അക്രമകാരികൾ വന്ന് തങ്ങളെ കൊല്ലുന്നതാ എന്ന് ഭയന്ന് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് മുർഷിദാബാദിലെ ഓരോ മുസ്ലിം തീവ്രവാദികളും. ബംഗ്ലാദേശിൽ നിന്ന് തീവ്രവാദികൾ മുർഷിദാബാദിലേക്ക് നുഴഞ്ഞു കയറി അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. SDPIയുടെ പങ്ക് പിന്നിലുണ്ട് എന്ന ബംഗാളിലെ തന്നെ പോലീസ് അംഗീകരിക്കുന്ന, സമ്മതിക്കുന്ന കാര്യമാണ്. എന്നിട്ട് മമത ചോദിക്കുന്നത് എന്തിന്, ആർക്ക് വേണ്ടിയാണ് ഇത്ര തിടുക്കപ്പെട്ട് വഖഫ് ഭേദഗതി ബില്ല് നടപ്പിലാക്കിയതെന്ന്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട മുസ്ലിങ്ങൾ അടക്കമുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് എന്നുള്ളത് മറന്നു പോകരുത്. കാരണം ഒരുപാട് പേർ വഖഫിന്റെ പേരിൽ നട റോഡിൽ നിൽക്കുന്നിടത്താണ് കേന്ദ്ര സർക്കാർ ആ ബില്ല് ഏറ്റെടുക്കുന്നതും നിയമ ഭേദഗതിയാക്കുന്നതും രാഷ്ട്രപതി അത് ഒപ്പിട്ട് നിയമമാക്കുന്നതും. അതാണ് മമത മറന്നു പോകുന്നത്. കലാപമുണ്ടാക്കരുത് എന്ന് മമത ആരോടാണ് പറയുന്നത്? കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നവരെ തടയാതെ കേന്ദ്ര സേനയെ അവിടെ വിന്യസിപ്പിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് ഒടുവിൽ വരേണ്ടി വന്നു. ആ ഉത്തരവ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി, ഇന്റർനെറ്റ് കട്ട് ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഇപ്പോൾ ഒരുവിധം ഒതുങ്ങി രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം ശാന്തമായി ഇരിക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്രസേന വന്നതിന് ശേഷം 24 മണിക്കൂർ സമയം തരാമായി. 24 മണിക്കൂറിനകം ശാന്തമായിരിക്കണം പശ്ചിമ ബംഗാൾ, മുർഷിദാബാദ് എന്നുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് മുർഷിദാബാദ് ഇപ്പോൾ ശാന്തമായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വഖഫ് ഭേദഗതി നിയമത്തിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്ന് മുർഷിദാബാദ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘർഷാവസ്ഥ തുടരുന്നു. 3 പേരാണ് കൊല്ലപ്പെട്ടത്. അക്രമവുമായി ബന്ധപ്പെട്ട് 150 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സുദി, ധുലിയാൻ, സംചേർഗഞ്ച്, ജംഗിപ്പൂർ എന്നിവയാണ് അക്രമബാധിത പ്രദേശങ്ങൾ. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ആളുകൾ കൂട്ടം കൂടുന്നത് തടയാൻ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും സംസ്ഥാന പോലീസ് പറയുന്നുണ്ട്. വഖഫ് നിയമത്തിന് നേരെ ഉണ്ടായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ മുർഷിദാബാദിലുണ്ടായ സംഭവങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമെന്നാണ് മമതാ ബാനർജി പറയുന്നത്. മമത തന്നെയാണ് മുൻകൂട്ടി ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് എന്ന പ്രതിപക്ഷവും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിർത്തികൾ സംരക്ഷിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലത്രേ. സംഘർഷങ്ങൾ സൃഷ്ടിക്കാനായി പുറത്തുനിന്ന BJPക്കാരെ അനുവദിച്ചത് എന്തിനാണെന്നാണ് മമത ചോദിക്കുന്നത്. മുസ്ലിം പുരോഹിതരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മമതയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. മമത പറയുന്നത് ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാർ എന്തിനാണ് വഖഫ് ഭേദഗതിയിൽ ഇത്ര തിടുക്കം കാണിച്ചത്? നിങ്ങൾക്ക് ബംഗ്ലാദേശിലെ സാഹചര്യം അറിയില്ലേ? ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി ബംഗാൾ അതിർത്തി പങ്കിടുന്നുണ്ട്. സംഘർഷങ്ങളിൽ ബംഗ്ലാദേശിന് പങ്കുണ്ടെന്ന തരത്തിലുള്ള ഒരു ട്വീറ്റ് ഞാൻ കണ്ടു. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ളതാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഇതിന് ഉത്തരവാദികൾ. കാരണം BSF ഉദ്യോഗസ്ഥരാണ് അതിർത്തി സംരക്ഷിക്കുന്നത്. അതിർത്തികൾ സംരക്ഷിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ല. അവർ എന്തിനാണ് സംഘർഷങ്ങൾ സൃഷ്ടിക്കാനായി പുറത്തുനിന്ന് BJPക്കാരെ അനുവദിച്ചത്? ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ? മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ മന്ത്രാലയം സംസ്ഥാനവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ബംഗാളിലെ സംഘർഷം ഇതുവരെ അണഞ്ഞിട്ടില്ല. മുർഷിദാബാദിന് പിന്നാലെ 24 സൗത്ത് പർഗാൻസിലും സംഘർഷമുണ്ടായി. 2 പ്രതിഷേധം അക്രമാസക്തമായതോടെ കനത്ത ജാഗ്രതയാണിപ്പോൾ.
മുർഷിദാബാദിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് അധികൃതർ പറയുന്നത്. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ മാൾട്ട ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിട്ടുണ്ട്. മുർഷിദാബാദിൽ കേന്ദ്രസേന എത്തിയതോടെയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമായത്. മതത്തിന്റെ പേരിൽ അക്രമങ്ങൾ പാടില്ല എന്നും നിയമം കയ്യിലെടുക്കരുതെന്നുമാണ് മമതാ ബാനർജി പറയുന്നത്. സംഘർഷത്തിൽ TMC BJP പോര് രൂക്ഷമാവുകയാണ്. സംഘർഷങ്ങൾക്ക് പിന്നിൽ BJP ആണെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ശ്രമമെന്നും തൃണമൂൽ വക്താവ് കുണാൽ ഘോഷ് ആരോപിക്കുന്നു. പോലീസ് തൃണമൂൽ പ്രവർത്തകരെ പോലെ പെരുമാറുകയാണെന്നും ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം തുടരുകയാണെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ബംഗാളിലെ സ്ഥിതി അത്ര നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പ്രത്യേകിച്ച് മുർഷിദാബാദിലെ സ്ഥിതിയൊക്കെ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുന്നെങ്കിലും ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. കാരണം ഈ വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മുർഷിദാബാദിൽ കുറെ പേർ, ബംഗ്ലാദേശിൽ നിന്ന് കുറെ പേർ പശ്ചിമ ബംഗാളിലെത്തി, മുർഷിദാബാദിലെത്തി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയെ കലാപ ഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ തീയിടുന്നു, നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകൾ തീയിടുന്നു, ആളുകളെ വീടിനകത്ത് കയറി കൊല്ലാൻ ശ്രമിക്കുന്നു, മിക്ക ആളുകളെയും അടിച്ച് നിലംപരിശാക്കുന്നു. ഒരു നിവർത്തിയുമില്ലാതെയാണ് ആളുകൾ ഓടുന്നത്. അപ്പോഴും മമത പറയുന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ ബില്ല് കൊണ്ടുവന്നത്, ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്നൊക്കെ ഉള്ളത്. ഹിന്ദുക്കൾ എവിടെ, ഇപ്പോ ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടായപ്പോഴും അവിടെ ന്യൂനപക്ഷ ഹിന്ദുവാണ്. ഹിന്ദുക്കൾ അവിടെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് ഇരയായി. നിരവധി ഹിന്ദുക്കളെയാണ് ബംഗ്ലാദേശിൽ അക്രമമുണ്ടായ സമയത്ത്, ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് വലിയ രീതിയിൽ അക്രമം ഉണ്ടായപ്പോൾ അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെയാണ് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായത്. അന്ന് 101 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ വരെ തകർക്കുകയും പൂജാരികളെ വരെ കൊന്നു കെട്ടിത്തൂക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ ആര് പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോ ഹിന്ദുവിനെ എന്ത് ചെയ്താലും, ഇപ്പോ മുർഷിദാബാദിൽ മുസ്ലിങ്ങളാണ് ഇതുപോലെ ആക്രമിക്കപ്പെട്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അന്തി ചർച്ചകളിലൊക്കെ മോദി ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് മമതാ ബാനർജി ആണെങ്കിലും അതിന്റെയും പിന്നെ എന്താ പറയുക, ഇത് മോദിയുടെ തലയിലായനെ. മോദി വിരുദ്ധരായ കുറെ മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ BJP വിരുദ്ധരായ കുറെ മാധ്യമ പ്രവർത്തകർ മോദി ജനാധിപത്യത്തെ തകർക്കുന്നു, മോദി രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, മോദിയുടെ പല ബില്ലുകളും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ രംഗത്തെത്തിയേനെ. പക്ഷേ അവിടെ മമതാ ബാനർജിയാണ് മുഖ്യമന്ത്രി. മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെ ആക്രമിക്കുന്നത്, കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മുസ്ലിങ്ങൾ അവിടെ അടിഞ്ഞാടുകയാണ്. എന്നിട്ട് പോലും അതിനെതിരെ ഒരു ചർച്ച നടത്താൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവർ ആരെയാണ് സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. നല്ലവരായ മുസ്ലിങ്ങൾ കൂടിയാണ് ഇതിൽ എന്താ പറയുക പെട്ടുപോകുന്നത് എന്നുള്ളത്. എന്തായാലും മുർഷിദാബാദിലെ ഹിന്ദുക്കൾ മുഴുവൻ പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്.